KL ഓൺ റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്, വൈത്തിരി. ഓക്കെ, പണ്ട് സിനിമകളായി. ഏത് ഈ പള്ളിയാണോ അല്ലെങ്കിൽ ഇത് ഇപ്പൊ നമ്മളെ പള്ളിയാണ്, ക്രിസ്ത്യൻ പള്ളിയാണ്. പണ്ട് തിയേറ്റർ പണ്ടത്തെ കാര്യാട്ടാ പറഞ്ഞ്. പണ്ട് പറഞ്ഞാൽ എത്ര പണ്ടാ? എത്രയോ ഒരു പണ്ട്, വളരെ പണ്ട്, കാലങ്ങൾക്കപ്പുറം. അത് തിയേറ്റർ. പിന്നെ ആ വീട് കൊള്ളാലേ, ആ ഗേറ്റ് എൻട്രൻസ്. അത് നമ്മള് മൂപ്പര് കൃഷി അടുത്ത് മുമ്പിലാ. പിന്നെ ആ വീട് പറഞ്ഞ് ആന്റണി ചേട്ടന്റെ വീടാ. ആന്റണി ചേട്ടൻ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ആന്റണി ചേട്ടൻ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ ആ പോരല്ലേ ഞാൻ ചാടിക്കാന്ന് പോരുത് കേട്ടോ. ആന്റണി ചേട്ടൻ ഞങ്ങളെ തല്ലും. റിസോർട്ടും കാര്യങ്ങളും പക്ഷെ കുറച്ച് നല്ല തേയിലത്തോട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ ചെറുങ്ങനെ നമ്മൾക്ക് പോണ വഴിക്ക് നമുക്കൊന്ന് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലമുണ്ട്. ചെറുങ്ങനെ കുളിക്കണം, വലിയ കുളിയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഒരു വൃത്തി ഇങ്ങനെ എവിടെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുറച്ച് ഇരിക്കാൻ തോന്നുന്നത് ഈ പാലല്ലേ. ഈ പാലത്തിന് എന്തോ ചളി വെള്ളാണ്. അല്ലല്ല, ഇവിടെ കണ്ടില്ലേ ചെക്കന്മാരൊക്കെ കുളിക്കുന്നു. ചെറിയൊരു കെട്ടൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന നല്ല രസമാണ്. ഫുള്ള് ചുറ്റും തേയിലത്തോട്ടോ, അവിടെ ഇരുന്ന് കുളിക്കാം. അടിപൊളി ആംബിയൻസില്. മൂന്നാറിൽ ഇയാൾ ഇൻഡിക്കേറ്റർ ഇട്ടുങ്ങാണ്ടി ഞങ്ങളെ പറ്റിക്ക. ഇൻഡിക്കേറ്റർ ഇട്ടെന്നാണ്. ആ ഇൻഡിക്കേറ്റർ എന്തിനാണെന്ന് വെച്ചാല് പോകരുത് എന്നാണ്. പോകരുത്. ആ വലത്തെ ചേട്ടാ ആ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ, ഇങ്ങനെ കൈയിടുകയാണെങ്കിൽ പൊയ്ക്കോളി, കണ്ടും പോയി ഓടിക്കോളി. സ്ഥാനാർത്ഥി ആരാ? ആനയെടുത്തി. ആനയെടുത്തിക്ക് വോട്ട് ചെയ്യണോ? വണ്ടിയിൽ ചെയ്തോളി. നമ്മള് കാറിലാണ് പോയത്. ഈ ഒരു സ്ഥലത്ത് കൂടി ഒരു ലോറി പോകണം, കുറച്ച് ഹൈറ്റ് ഉള്ള നല്ല രസമാണ് കാണാൻ. നമ്മളിതൊന്നും കാണുന്നില്ല, കിണറ്റിലെ തവളന്റെ മാറ്റി ഉള്ളിൽ കൂടി അടിയിലിരുന്ന് ഇങ്ങനെ പോകും. ഇതൊന്നുകൂടി കുറച്ചൊരു ഹൈറ്റ് ഉള്ള നല്ല വണ്ടി പോവാണെങ്കിൽ നമ്മള് ബോച്ചേന്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി. അത് കിട്ടിയാൽ ഇങ്ങനെ പോവാൻ നല്ല രസാണ്. നടുവിലൊക്കെ ഒരു വീടാണല്ലേ. അതിന് പാടികളുണ്ട് കുറെ, എസ്റ്റേറ്റിൽ താമസിക്കുന്ന ആൾക്കാര്. ഫാക്ടറി JCB ഉണ്ടല്ലോ. എന്താ തല്ലുമൽ ടീയോ? തല്ലുമൽ ടീയോ ഇതുവരെ കേക്കാത്താണല്ലേ. തല്ലുമൽ ടീ. നിങ്ങൾ സ്കൂളിൽ പോകാത്ത ഇംഗ്ലീഷ് വായിക്കാറില്ല, ബാക്കിയുള്ള അറിയിക്കല്ലേ. തലിമല ഇവിടെ മൂന്നാർ തന്നെ. മൂന്നാറൊന്നും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇതിലെങ്ങനായിട്ട് പോയിട്ടാണ് നമ്മളാ ഒരു പ്രോപ്പർട്ടി വരുന്നത്. കമ്മിങ് സൂണാണ്. വരുന്നില്ല, കമ്മിങ് സൂണാണ്. എല്ലാവർക്കും വരാം, കുളിക്കാം, ചെയ്യാം. ഇവിടുന്ന് അവിടെ എടുക്കണം, വീഡിയോ എടുക്കണം. നമ്മളിങ്ങനെ പോയിട്ട് ഈ ജണ്ട എന്ന് പറഞ്ഞ സാധനം വേണ്ടി. ജണ്ട എനിക്ക് ഓർമ്മ ഉണ്ട്. സാധനം ജണ്ട, ഹൂഞ്ച, അത് വേറെന്തോ. ജണ്ട വേറെ, ഇത് വേറെ. ഇതാണ് ജണ്ട. അത് കാണുന്ന കല്ലുണ്ടില്ലേ, കണ്ണാടിയ കാണില്ലേ. അതിന്റെ മുകളില് വരി കുറിയൊക്കെ ഉണ്ട്. അത് അപ്പുറത്തുണ്ട്. രണ്ട് ജണ്ട കണ്ടു കഴിഞ്ഞ് ജണ്ട എന്തിനാ? ഈ ജണ്ട ഇതിന്റെ നേരെ അപ്പുറത്ത് ഫോറസ്റ്റിന്റെ സ്ഥലമാണ്. ഇറങ്ങിയാ ഒരു പിടിച്ചുണ്ടോ? പിടിച്ചോ. തക്കാളി നടക്കൂല, ഫോറസ്റ്റ് അപ്പുറത്ത്. പിന്നെ വാർഡ് പ്രസിഡന്റ് ആനയിക്കും, സിംഹോ, സെക്രട്ടറിയും ഖജാൻജിയും എല്ലാവരും ഓലായിക്കും. അപ്പൊ ആൾക്ക് കേറുമ്പോ നല്ല ശ്രദ്ധിക്കാം, അപ്പുറത്തൊക്കെ പോകുമ്പോ. ഓക്കെ, ലോറി വരുന്നത്, നമ്മള് ലോറി വരുന്നതുകൊണ്ട് നമ്മൾ റിവേഴ്സ് പോകുന്നതായിരിക്കും. അപ്പൊ രാവിലെ നമ്മളെ വെൽക്കം ചെയ്യുന്നതായിരിക്കും. രാവിലെ ഞങ്ങൾ വെൽക്കം ചെയ്യാൻ വേണ്ടി നിർത്തിയാകാറുണ്ട്. അപ്പൊ രാവിലെ വെൽക്കം ചെയ്തു. ഞങ്ങളെ മഹല്ല്, പിന്നെ ഞങ്ങളെ പള്ളി ഇവിടെ ഉണ്ട്. ഞായറാഴ്ച കുർബാന ഉണ്ടാവും, എല്ലാരും വരിക. നമ്മളെ പ്രോപ്പർട്ടി കിട്ടുന്നത്. നമ്മളെന്ത് ചെയ്യാം, ഇവിടെ നിർത്തിയിട്ട് നമ്മള് നടക്കുക. അവിടെ ഫുള്ളുണ്ടാക്കിയ റോഡ് മേല് കല്ലും മണ്ണും. എന്തിനാ ഇവിടെ ഇങ്ങനെ കുപ്പി വെച്ചേ?
ഇവിടെ ഇങ്ങനെ കുപ്പിയൊക്കെ എന്തിനാ? അതിന്റെ ഉള്ളിൽ കമ്പിയല്ല, അത് മേക്കേറി പോകണ്ട വിചാരിച്ചിട്ട്. അത്രയും മുകളിലേക്ക് വെച്ച് മേക്കറിനെ വെച്ചിട്ടാ. അത് വെള്ളം കമ്പി വരുമ്പോ അങ്ങനെ. മഴ പെയ്തല്ല അത്യാവശ്യം. ഇതാണല്ലേ ഞങ്ങളെ പ്രോപ്പർട്ടി? എല്ലാരും കൂടിയോ? ഇതാണ് റിസോർട്ട് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാക്കുന്ന പൂളിലെ വർക്ക് നടക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ഉണ്ടാവും ഇവിടുന്ന് പൂളിൽ ഇങ്ങനെ കുളിക്കുമ്പോൾ. ഇപ്പുറത്തൊക്കെ നല്ലൊരു മല ഉണ്ട്. ഞങ്ങള് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ആവാൻ പോകുന്ന റിസോർട്ടിൽ നിന്ന്, ആവാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി. ഇറങ്ങി. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇനി നമ്മളെ സ്നേഹിതണ്ട്, ഓനൊന്ന് കാണണം. ഗ്യാസും കുറ്റി കിട്ടുന്നതായിരിക്കും. ജാസൻ കുറ്റി ഗിവ് അവേക്കുള്ള ജാസൻ കുറ്റി ഗിവ് അവേ. चले चल चले 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 दुआ चले. ഇത് ഏത് ഫിലിമിലാന്ന് കമന്റ് ചെയ്തോളി. എല്ലാം കമന്റ് ചെയ്യാം. കമന്റ് ഒക്കെ വിട്ട്. എനിക്ക് പ്രത്യേകം എന്തോ ഒരു മലയാളത്തിലൊരു പാട്ട് എന്തെങ്കിലും ചിക്കോ ചിക്കോ എന്ന് പറഞ്ഞേ, ആ സാധനം ടൈപ്പ് ചെയ്ത് കണ്ടുവിടുക. ട്വിറ്റ് ചെയ്യാൻ കഴിയുന്നത് ട്വിറ്റ് ചെയ്യാം. ഓക്കെ. വിശന്ന് കൊടലി കറി വർത്താൻ പറയാൻ ആകുന്നില്ല. എന്തോ തിന്നാ കിട്ടും. തേയിലത്തോട്ടത്തിന്റെ ഇടയിലെ ഞങ്ങളില് കയ്യൊക്കെ ആദ്യം കേൾക്കുന്നുണ്ട്. എന്തിനു കഴിക്കുക? മീനോ? എനിക്ക് മീൻ പൊരിച്ചു വരുവോ? എന്തേത് മീനാ? ഏതാടി? അതിലാണോ മത്തിയാണോ? എന്നാ കുഞ്ഞമത്തിരി മീൻ പൊരിച്ച് രണ്ടെണ്ണം രട്ടോ കുടുങ്ങി, പല്ലിന്റെ ഇടയിൽ കുടുങ്ങി പോവും. ഒരു മീൻ പൊരിച്ചു. എന്നിട്ട് കുറച്ച് റോസ്റ്റും കൊണ്ടുവരും. ഇപ്പൊ റോസ്റ്റ് ഇല്ലാന്ന് അറിയണ്ട, മുട്ടല്ലാത്ത കുറച്ച് റോസ്റ്റ്, പിന്നെ അതിലേക്ക് മീൻ പൊരിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡ് കഴിച്ചപ്പോ വടുവഞ്ചാലെത്തി. സൗണ്ട് ഒക്കെ ഉണ്ട്. എന്താ വലത്തോട്ട് പോയാല് ഊട്ടിക്കാണ്. മസനഗുഡി ഊട്ടിയാണോ? മസനഗുഡി ഏത് വയ്ക്കുമ്പോ എടുത്തോട്ട് പോവാണ് സുൽത്താൻ ബത്തേരി, അമ്പലവയൽ സുൽത്താൻ ബത്തേരി. നമ്മൾ എടുത്തോട്ടാ പോണേ. ഇനി അമ്പലവയൽ ഒരുത്തനൊന്ന് മീറ്റ് ചെയ്യണം, അതാ പരിപാടി. നമ്മളാ വരുന്ന താടിക്കാരൻ മച്ചാനെ കാണാൻ വന്നതാ. കാണാൻ വന്നതാ. ഇതാക്കുന്ന പൊറാട്ട വന്നിട്ട് ഉറങ്ങുന്നു. ഇതാക്കുന്ന ട്രാവലറിനൊക്കെ ആണെങ്കിൽ ചായ കൊടുത്തോളൂ. ഇപ്പൊ എവിടെ ബ്ലോക്ക്? ഒക്കെ നടന്മാരാ, എല്ലാരും നാളെ നടന്മാരാ. കാണില്ല കേട്ടോ. ഇന്നത്തെ പരിപാടി ഇതാക്കുക. നമ്മുടെ എത്തിയിട്ട് അസീഖാന്റെ ലോറിയില് മണ്ണെടുക്കാനാ പോവാ. നമ്മള് മണ്ണെടുക്കാൻ പോവാ. നമ്മ എങ്ങനെയും കുത്തിക്ക. മോഡലല്ലെങ്കിലും എത്ര മോഡലാ വേണ്ടി? 2018 5 അടിപൊളിയാട്ടോ. വെറുതെ കഴിഞ്ഞ 30 യൂണിഫോം ഇട്ട് നിന്നെ വിടാണ് നമ്മളധിക പൂപ്പലി. ഇവിടുത്തെ സെക്യൂരിറ്റി ആണ് ഇയാൾ കാണുന്നത്. 6 ലക്ഷം എല്ലാ പണിക്കും പോലുണ്ട്. പണി ഏറ്റെടുക്കും.
ഓക്കെ ബൈ. ഫാൻറ്റം റോക്ക് ഇവിടെ ആകെ വരുന്നത് എൻട്രി ഫീസ് ആയിട്ട് ഒരു 30 റുപ്യ അത്രേ ഉള്ളൂ. പാറന്റെ മുകളില് പാറൊക്കെ പറയുമ്പോ ഈ പാറ പറഞ്ഞു നിങ്ങളെ ചെങ്ങായ സ്ഥലമാണോ? ആരും ഈ ഫാൻറ്റം റോക്കിലേക്ക് പോരണ്ട. ഒരു പാറിന്റെ മുകളിൽ ഒരു പാറ അങ്ങനെ ഒരു പാറയാണുണ്ടല്ലോ. പോയാ പോയിട്ട് പാറ നമ്മള് പാറച്ചാ കല്ലച്ച മാതിരി വ്യൂ ഒക്കെ ഉണ്ട് നല്ല അടിപൊളി. ഞാൻ വ്യൂവെങ്കിലും കാണാം. ഇതെന്താ അറിയോ, താഴത്തുനിന്ന് 30 റുപ്യ വാങ്ങിക്കാളൂ. എന്നാ പിന്നെ പ്രശ്നമല്ലേ. ബസ് പോണ ഇതില് നല്ല കുളത്തിലിറങ്ങുന്ന കേട്ടോ. പക്ഷെ നീന്താനാവില്ല ഇതില്. ഇതാണ് ഫാൻറ്റം റോക്ക്. ആ ഒരു കല്ലിന്റെ മുകളിൽ കല്ലുണ്ട്, അത്രേ ഉള്ളൂ. പോവാ ഫാൻറ്റം റോക്ക് കാണണോന്ന് എന്റെ ഒറ്റ ആവശ്യമാണ്. ഇവിടെ ഫാൻറ്റം റോക്കിൽ എന്തുകൊണ്ട് ഫാൻറ്റം പൈലി അങ്ങനെ എന്തോ സാധനല്ലേ സാധനമാണെന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു സ്ഥലത്ത് കൂടെ ഒക്കെ ഇറങ്ങി. ഇപ്പൊ ഞാൻ പോകല്ലോ മിനിറ്റ് ഞാൻ പോയില്ലേ. വീഡിയോയിലേക്ക് നോക്കാൻ കഴിയൂല. അതാണോ ഒരു ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞേ. വെറുതെ ആൾക്കാര് പറഞ്ഞാട്ടോ. ഓ വെറുതാണോ ഇതിലേക്കും നല്ല രസമുള്ള കല്ലുകൾ എന്തോരുണ്ട്. ലൈക്കായി തോന്നില്ല. ആ ഓ മുളത്തി കുണാക്കാവിൽ പോണ മാതിരിയാ. വീണിട്ട് ഫാൻറ്റം പൈലിനെ വിളിക്കേണ്ടി വരും. ഫാൻറ്റം റോക്ക് നീ വിചാരിച്ചെന്ന് പറഞ്ഞാല് ഇത് വണ്ടി ഞാൻ ഭയങ്കരമായിട്ട് കറക്കൂന്നൊക്കെ അല്ലെങ്കിൽ പൊടിയൊക്കെ പാറും ചീറി പാറുമെന്ന്. പക്ഷെ അതൊന്നും നടക്കൂല. അങ്ങനെ ഞങ്ങള് ഫാൻറ്റം റോക്ക് കണ്ടുവന്ന് ഫാൻറ്റം റോക്കിന് ഞങ്ങള് വേറൊരു എപ്പിസോഡ് തന്നെ ആക്കിയിട്ടു അല്ലേ. ഫാൻറ്റം റോക്ക് ആരും പോണ്ട, ആരും പോണ്ട. എന്നാലും ഞങ്ങള് വേറെ വീഡിയോ ആക്കിയിരുന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. വേണേ കപ്പിൾസിനൊക്കെ വേണമെങ്കിൽ ഒന്ന് പോയി അവിടെ പോയി ഇരുന്ന് കൊറേ കാടുണ്ട്. ഒന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് ഇരുന്ന് ഞാൻ സബൂറാക്കി ഇരുന്ന് ഞാൻ കഥ പറഞ്ഞിരിക്കണമെങ്കിൽ മാത്രം. ഫാമിലി വയസ്സായപ്പോക്കെ പോവാ, നടന്ന് കാണാൻ മാത്രമൊന്നും ഇല്ല. ആർക്ക് ആ കുഞ്ഞിക്കെ കാണാൻ വീണാല് ഇനി ആവൂല. പിന്നാട് കയറുമ്പോ 30 റുപ്യ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. എത്ര ആക്കും 30 റുപ്യൊക്കെ പോവാ. ഒരു വലിയ ബസ് വിളിച്ച് പോയാലും 30 റുപ്യൊക്കെ കയറാം. ബസ് ചോര ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. ഡ്രൈവർ സ്പൾബർ ഡ്രൈവറാണ്. ചെറിയ അതിലൊരു മഴച്ചാറിലുണ്ട്. പറ്റിക്കാണ് മഴച്ചാറിലാന്ന് തോന്നുന്നു. വയനാട് ബോർഡറിന് അങ്ങോട്ടേ ഉള്ളൂ, ചെറുത്തൊരു താറ്റേക്കില്ല. അല്ലേ ചെറുതായിരുന്നു നമ്മൾ 9ാം വളവ് നിന്ന് തുടങ്ങാം. ഇവിടെ താഴോട്ട് വരുന്നവർക്ക് ഒന്നാവള്, അവിടെ ഇങ്ങോട്ട് വരുന്നവർക്ക് ഒന്നാവള്, ഒന്നാവള് ഒന്ന് വളവൊന്ന്. അപ്പൊ അതാ നല്ല മഴ പെയ്യുന്നുണ്ട്. 3ാം വളവില് മറ്റേ എങ്ങോട്ട് പോകുന്ന ഏതോ ഏടുക്കാണ്. അടിവാരത്തൊക്കെ തന്നെ, എല്ലാ അടിവാരത്തൊക്കെ തന്നെ.
ആ കൂട്ടിലെത്തുന്ന കാടമുട്ടെ ആ 2 ചായക്ക് ഓർഡർ കൊടുത്തിക്കണ്. ആ വീടുള്ള ചെക്കായി അടിക്കുന്ന 2 ചായ ആ ഇപ്പം വരും പറഞ്ഞവര് കിട്ടേക്കില്ലേ കിട്ടു തണുക്കാനത്. അത് ഈ മഴത്ത് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കണം. ആ അതിങ്ങനെ ചെറിയൊരു മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. പിന്നെ പണ്ടേ തറവാട്ടുകാരായതുകൊണ്ടാണ് പാൽ ചായ കുടിക്കും, കട്ടൻ ചായ കുടിക്കൂലേ. ഞാനല്ലേ ആ തറവാട്ടുകാരനാ. അപ്പൊ നമ്മള് ചുരങ്ങൾ താണ്ടി എല്ലാം താണ്ടി താണ്ടി ഇവിടെ എത്തിക്കുന്നു. ഞങ്ങളെ തിരിച്ച് നാട്ടിലെത്തി. അപ്പൊ ഇനി അടുത്ത വ്ളോഗ് കാണാം. സലാമ. കാണുന്നവരെ ബൈ ബൈ, സീ യു.